ഓം അഗത്തീശ്വരായിരുന്നു. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ഗോരോചന വശം ചെയ്ത് ആളുകളെ നമ്മളിലേക്ക് വശീകരിക്കാമെന്നും വിജയം നേടാമെന്നും പറയുന്നത് എന്തുകൊണ്ട്? നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. ഗോരോചനം എന്ന് പറയുന്ന ധാതു ശുക്രന്റെ കാരകത്തുള്ളതാണ്. ശുക്രന്റെ എനർജി, ശുക്രന്റെ ജീവശക്തി ഉള്ള ഒരു വസ്തുവാണെന്ന് പറയുന്നത്. എല്ലാ ഭൂമിയിലുള്ള എല്ലാ പൊരുളുകളിലും, എല്ലാ ധാതുക്കളിലും, എല്ലാ മരുന്നുകളിലും, എല്ലാ ചെടി കൊടികളിലും, എല്ലാ ജീവികളിലും, എന്നിലും നിന്നിലും എല്ലാത്തിലും എനർജി ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട് ഓരോ ഗ്രഹത്തിന്റെ. അപ്പൊ ശുക്രന്റെ ഫ്രീക്വൻസിയാണ് ഗോരോചനത്തിനുള്ളത്. ശുക്രൻ എന്ന് പറഞ്ഞാൽ പണം. അപ്പൊ ശുക്രന്റെ ഫ്രീക്വൻസി ഉള്ള ഒരു സാധനം വീട്ടിൽ വെച്ചാൽ പണം എന്ന് പറയുന്ന ശുക്രന്റെ മറ്റ് ഫ്രീക്വൻസി ആഡാക്കാനുള്ള ഒരു കാര്യം അവിടെ വരും. നിങ്ങളുടെ വീട്ടില് ഗോരോചനം നല്ല നല്ല പിങ്ക് നിറത്തിലുള്ള വെൽവെറ്റ് പോലത്തെ പട്ട് വസ്ത്രത്തില് പൊതിഞ്ഞ് പൂജാമുറിയിൽ, പ്രത്യേകിച്ചും ശൈവമൂർത്തികൾ അല്ലാതെ ഉള്ള ദേവീ ശക്തികളെയൊക്കെ ഉപാസിക്കുന്ന സ്ഥലത്ത് ഇത് വെച്ച് കഴിഞ്ഞാല്, വെള്ളിപ്പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാല് ഈ എനർജി കൂടുതൽ, ഗോരോചനത്തിന്റെ ശക്തി കൂടുതൽ പിങ്ക് നിറത്തില് പട്ടില് വെള്ളിപ്പാത്രത്തിൽ വെച്ചാൽ കൂടുമെന്നാണ് പറയപ്പെടുന്നത്. അത് മഹാവശ്യങ്ങളിൽ ഒന്നാണ്. ഇത് കൊണ്ട് ഈ ഗോരോചനം പ്രത്യേക രീതിയിൽ ഉരച്ചിട്ട് മഹാമന്ത്രങ്ങളൊക്കെ ഉരുവിട്ടിട്ട് ആളുകളെ വശീകരിക്കാൻ പറ്റുന്നുള്ള ക്രിയകളൊക്കെ മാന്ത്രികത്തിൽ ഉണ്ട്. ഈ വശ്യധാതുക്കള് പലതും ഉണ്ട്. ചന്ദനം, ഗോരോചനം മുതലായിട്ട്, ബാക്കി പേര് ഞാൻ പറയാത്തതാണ് മനഃപൂർവ്വം. ഓരോരോ കർമ്മങ്ങൾക്ക് ഓരോന്നാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ വേറെ പല കാര്യങ്ങളിൽ വീഡിയോകളിലൊക്കെ പറഞ്ഞു പോകാം. അപ്പൊ ഗോരോചനം ശുക്രന്റെ കാരകത്വമായതുകൊണ്ട് ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ആ എനർജി, ശുക്രന്റെ എനർജി നമ്മളുടെ ഗ്രഹത്തിലേക്ക് ആ ഫ്രീക്വൻസി കൂടും. അപ്പൊ ഇത് മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ ആ വീട്ടിലാണ് താമസിക്കണമെങ്കിൽ നിങ്ങളിൽ ശുക്രന്റെ എനർജി, ഇതിൽ നിന്ന് അബ്സോർബ് ചെയ്ത എനർജി നിങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ബോധതലത്തിൽ ആ ഫ്രീക്വൻസി കണക്ട് ആയിട്ട് നിങ്ങൾ വെറും മടിയനാണെങ്കിലോ, പണത്തിനോട് യാതൊരു താല്പര്യമില്ല, വെറും ചുമ്മാ ഒരു ചെറിയൊരു ജീവിതം, ഒരു അലസമായ ജീവിതം, പണം അല്ല ഒരു ദരിദ്ര ജീവിതം ഒക്കെ നിങ്ങൾക്ക് പണം ഉണ്ടാക്കണം എന്നുള്ള തോന്നൽ ആദ്യം വരും. പണം ഉണ്ടാക്കണം, മര്യാദയ്ക്ക് വൃത്തിയായിട്ട് നടക്കണം, ആഡംബരം വേണം, ആഡംബരം, അലങ്കാരം, ഇങ്ങനെയൊക്കെയുള്ള തോന്നലുകളൊക്കെ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ അതിനു വേണ്ടി പണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ, നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുക മുതലായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു തൂണ്ടൽ, ഒരു തോട്ട് നിങ്ങൾ വരും. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ ചെയ്താൽ നിങ്ങൾക്ക് കാലാകാലത്തിൽ പിന്നീട് പണം ഉണ്ടാക്കാനൊക്കെ സഹായിച്ചെന്ന് വരും. എന്നാൽ ഈ ഒരു ഫ്രീക്വൻസി അവിടെ ഉണ്ടായത് കൊണ്ടും ബാക്കിയുള്ള വസ്തുക്കളോ വീട്ടിലുള്ളതൊക്കെ മൊത്തം നെഗറ്റീവ് വസ്തുക്കളാണെങ്കിലും, ഏത് വശം ചെയ്താലും തന്നെ അവസ്ഥ, ബാക്കിയുള്ള വസ്തുക്കളൊക്കെ നെഗറ്റീവ് വസ്തുക്കളാണെങ്കിലും ഇവിടെ നിന്ന് ഒരു ചെറിയ അളവിൽ ശുക്രന്റെ എനർജി ഫ്രീക്വൻസി വന്നെന്ന് വെച്ച് ബാക്കിയുള്ള മൊത്തം വീട്ടില് ഗുളികന്റെയും രാഹുവിന്റെയും കേതുവിന്റെയും ശനിയുടെയൊക്കെ ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ ഈ ഫ്രീക്വൻസി നശിച്ചു പോയി, അത് എടുക്കാൻ പറ്റാതെ വരും. എന്നാൽ മൊത്തത്തിലൊരു ശുക്രന്റെ ഫ്രീക്വൻസി വീട്ടില് എല്ലായ്പ്പോഴും ശുക്രന്റെ ഫ്രീക്വൻസി ഉണ്ടാക്കിയാൽ വേറെ പല കുഴപ്പങ്ങൾ വരും. അതെന്താണെന്ന് ഇതിൽ പറയുന്നില്ല. എന്നാൽ ആ ശുക്രന്റെ ഫ്രീക്വൻസി നമ്മളുടെ വളർച്ചയ്ക്കും ആഡംബരത്തിനും ഒരു ലക്ഷറിയസ് ലൈഫിനും കാരണമാവുന്ന മറ്റ് നെഗറ്റീവ് ഫ്രീക്വൻസി ആയിട്ടുള്ള നെഗറ്റീവ് ഗ്രഹങ്ങളായിട്ടുള്ള രാഹു, കേതു, ഗുളിക, ശനികളുമായിട്ട് കണക്ട് ആവാത്ത രീതിയിൽ, പ്രത്യേകിച്ച് ചൊവ്വ കൂടി ആ പ്രശ്നമുണ്ട്. അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അവിടെയുള്ള പ്രധാന മെമ്പേഴ്സിനൊക്കെ പണം ഉണ്ടാക്കണം, കുറച്ചുകൂടി നല്ല ലൈഫ് വേണം എന്നൊക്കെയുള്ള ചിന്തകൾ വന്നിട്ട് അവർ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം, അതിനുവേണ്ടി കൂടുതൽ പ്രവർത്തിച്ചാൽ മാത്രം ഈ ഗോരോചന വശ്യം നടക്കുകയും മെറ്റീരിയൽ ലൈഫിൽ സക്സസ് ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു. ഇദ്ദേഹത്തിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.